ഈ വർഷത്തെ ചക്കടി മാങ്ങയുടെയൊക്കെ സീസൺ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോഴും കടകളിൽ മാങ്ങയും ചക്കയൊക്കെ മേടിക്കാൻ കിട്ടുമെങ്കിലും മഴയൊക്കെ തുടങ്ങിയ കാരണം അധികം വാങ്ങി കഴിക്കാറില്ല കേട്ടോ. വല്ല വയറുവേദനയും വന്നാലോ എന്ന് പേടിച്ചിട്ടാണ്. പക്ഷെ 2 ദിവസം മുന്നേ നമുക്കറിയുന്ന ഒരാളുടെ തന്നെ നല്ലൊരു ചക്ക കിട്ടി. അത് പക്ഷേ എലിശ്ശേരി വെക്കാൻ പാകത്തിനുള്ള ചക്കയായിരുന്നു കേട്ടോ. അധികം മധുരമൊന്നുമില്ല, ഇത്തിരി കട്ടിയുള്ള ചുളയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ എലിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ച് ചക്കച്ചുളയൊക്കെ എലിശ്ശേരിക്ക് പാകത്തിന് മുറിച്ചെടുത്തു. കൂടെ കുറച്ച് ചക്കക്കുരുവൊക്കെ എടുത്തു. എന്നിട്ടത് കുക്കറിലിട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായ കുറച്ച് മുളക് പൊടി, ഉപ്പ്, വേവാനാവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ഒരു വിസിൽ വരണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരൊറ്റ വിസിൽ മതിയാവും, നല്ല പാകത്തിന് വെന്ത് കിട്ടും. ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കുവരുത്. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളം കറക്റ്റ് പാകമായിരുന്നു. വെള്ളം കറക്റ്റ് കഴിഞ്ഞു. പക്ഷേ ഞാൻ കുറച്ചും കൂടി ഗ്രേവി വേണമല്ലോ എന്ന് വിചാരിച്ച് കുറച്ചും കൂടി ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങയും ജീരകവും ഒന്ന് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. എരിശ്ശേരിക്ക് ഒന്ന് തരിതരിപ്പോട്ട് അരച്ചെടുത്താൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എലിശ്ശേരി എന്ന് പറയുമ്പോൾ കുറച്ച് എരിവും മധുരമൊക്കെ ഉള്ളതല്ലേ. ചക്കച്ചുള ഒരുപാട് മധുരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ ചക്കയൊക്കെ നന്നായി വെന്ത് വന്നല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി എന്തായാലും ഒന്ന്. അപ്പോൾ നന്നായി അതൊക്കെ ഇളക്കി കൊടുക്കുക പഞ്ചസാര ഇട്ടിട്ട്. നല്ലൊരു തിള വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ, ഞാൻ എലിശ്ശേരിക്ക് അരയ്ക്കുമ്പോൾ തേങ്ങ വളരെ കുറച്ചെടുക്കും. പക്ഷേ വറുത്തിടാനുള്ള തേങ്ങ ഞാൻ കൂടുതലെടുക്കും കേട്ടോ. എനിക്ക് അങ്ങനെയാണ് കൂടുതലും ടേസ്റ്റ് തോന്നാറ്. അപ്പോൾ തേങ്ങ ഞാൻ ഇവിടെ നന്നായിട്ട് കുറച്ച് കൂടുതൽ തന്നെ മൂപ്പിച്ചെടുത്ത് ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ചക്ക എലിശ്ശേരിക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ്. അതിങ്ങോട്ട് ഈ ചക്ക എലിശ്ശേരിയിൽ ചേർത്ത് കൊടുത്താൽ പിന്നെ പറയണ്ട, അത്രയും നല്ല മണമാണ്. അപ്പോൾ തേങ്ങയൊക്കെ വറുത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം നമുക്ക് വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പില, വറ്റൽമുളകും കൂടി അങ്ങോട്ട് വറുത്തിട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചിങ്ങോട്ട് വയ്ക്കുക. കുറച്ച് കഴിഞ്ഞ് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് കഴിക്കുക. അത്രയേ ഉള്ളൂ. ഇത് വെറുതെ കഴിക്കാനും നല്ല രുചിയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ തന്നെയാണോ ചക്ക എലിശ്ശേരി ഉണ്ടാക്കണമെന്ന് പറയണം. പിന്നെ ചിലർ കുരുമുളകും ഇടണ കാണാറുണ്ട്. ചില സമയത്ത് ഞാൻ കുരുമുളക് ഇടാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ കുരുമുളക് ഇടാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.